പ്രിയ വിദ്യാർത്ഥികളെ, +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന ഹ്യൂമറസ് കവിത, വളരെ രസകരമായ ഒരു കവിതയുടെ സമറി ആൻഡ് പാരഫ്രേസിംഗ് ഇതാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ കവിത രചിച്ചിരിക്കുന്നത് അമേരിക്കൻ പോയറ്റ് ഫ്രെഡറിക് ഓഗ്ഡൻ നാഷ്. നമുക്ക് പോയറ്റിനൊന്ന് പരിചയപ്പെടാം. Frederick Ogden Nash, born in 1902 and died in 1971, was an American poet, well known for his humorous poems. His poems are noted for their surprising pun and comic effect when words are deliberately misspelled. ഏറെ പ്രസിദ്ധനാണ് തമാശ കവിതകൾക്ക് ഓഗ്ഡൻ നാഷ്. പൺ എന്ന പോയറ്റിക് ഡിവൈസ്, വേർഡ് പ്ലേ, വാക്കുകൾ കൊണ്ടുള്ള കളി, അത് രസകരമാക്കുന്നതിന് പലപ്പോഴും അദ്ദേഹം ഡെലിബറേറ്റ്ലി മിസ്പെൽ, വാക്കുകൾക്ക് തെറ്റായ സ്പെല്ലിംഗ് തന്നെ നൽകിക്കൊണ്ടൊക്കെ അദ്ദേഹം വേർഡ് പ്ലേ നന്നായി ഉപയോഗിക്കും. ഈ കവിതയിൽ തന്നെ ഹോപ്പൻ എന്ന ഒരു വേർഡൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ദി എക്സാജറേറ്റഡ് എക്സ്പ്രഷൻ ഹി യൂസസ് ഗിവ് എ സ്പെഷ്യൽ ചാം ടു ഹിസ് പോയംസ്. തൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹം പലപ്പോഴും എക്സാജറേറ്റഡ് എക്സ്പ്രഷൻസ്, വാക്കുകൾ അല്ലെങ്കിൽ പ്രയോഗങ്ങളൊക്കെ പർവ്വതീകരിച്ച് ഒരു കാര്യത്തെ വളരെ വലുതാക്കി അവതരിപ്പിക്കുന്ന ഒരു രീതിയുമുണ്ട്, ഹൈപ്പർബലി. ഇത്തരം പ്രയോഗങ്ങളൊക്കെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വരികൾക്ക് സ്പെഷ്യൽ ചാം, വളരെ അട്രാക്ഷൻ, ബ്യൂട്ടി ഒക്കെ നൽകുന്നു. ദ പോം This is going to hurt just a little bit is a humorous graphic description of the experience of the poet while sitting in a dentist chair. ഒരു ഡെന്റിസ്റ്റിന് മുമ്പിൽ വാ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന, ഇവിടെ കവിക്കുണ്ടായ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചില ചിന്തകൾ, ഇതെല്ലാം തന്നെ വളരെ ഹ്യൂമറസായി ഒരു ഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ പോലെ തന്നെ അക്ഷരങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് കവിതാവരികളിലൂടെ അദ്ദേഹം വരച്ചു കാണിക്കുകയാണ്. The poet makes use of the literary device hyperbole, that is, exaggerated statements abundantly to explain the experiences of a client sitting before a dentist. ഒരു ഡെന്റിസ്റ്റിൻ്റെ മുമ്പിൽ വാ തുറന്നിരിക്കുമ്പോൾ ആ ഡെന്റിസ്റ്റിൻ്റെ ക്ലയൻറ്റ് അഥവാ പേഷ്യൻ്റ്, അദ്ദേഹത്തിനുണ്ടാകുന്ന രസകരമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ ബീഭത്സമായ, ഭീകരമായ ഒക്കെയുള്ള പലതരത്തിലുള്ള അനുഭവങ്ങൾ, ചിന്തകളെല്ലാം തന്നെ വളരെ എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെയാണ് ഈ കവിതയിൽ കവി അവതരിപ്പിക്കുന്നത്. അതിനുവേണ്ടി പോയറ്റിക് ഡിവൈസ് ഹൈപ്പർബലി അഥവാ എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് അദ്ദേഹം യൂസ്ഡ് അബൻഡൻ്റ്ലി, വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട്. ദി ഫിഗർ ഓഫ് സ്പീച്ച് പൺ, ദാറ്റ് ഇസ് വേർഡ് പ്ലേ, ഈസ് യൂസ്ഡ് ടു ആഡ് ഡെലിക്കസി ഓഫ് ഹ്യൂമർ ടു ദ പോം, ഈവൻ മിസ്പെല്ലിംഗ് സം വേർഡ്സ്. ചില വേർഡ്സൊക്കെ മിസ്പെല്ലിങ്ങിലൂടെ ആണെങ്കിൽ പോലും കവിതാവരികളുടെ ആസ്വാദനം, അതിലെ ഹ്യൂമർ, തമാശ എന്നുള്ള ആ ഡെലിക്കസി വേണ്ട വിധം കവിതയിൽ കൊണ്ടുവരാൻ വേണ്ടി വേർഡ് പ്ലേ അഥവാ പൺ എന്ന ഫിഗർ ഓഫ് സ്പീച്ചും കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദ പോയറ്റ് കൺക്ലൂഡ്സ് ദ പോം വിത്ത് എ സ്ട്രൈക്കിംഗ് എക്സാമ്പിൾ ഓഫ് പാരഡോക്സ്. നാം വിരോധാഭാസം എന്ന് പറയുന്ന മറ്റൊരു പോയറ്റിക് ഡിവൈസ്, അത് വായനക്കാരെ വളരെ ആകർഷിക്കുന്ന തരത്തിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്തരമൊരു പാരഡോക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കവിത അവസാനിപ്പിക്കുന്നതും. എ മാൻ ട്രൈസ് ടു കീപ് ഹിസ് ടീത്ത് ഇൻ ഗുഡ് കണ്ടീഷൻ ടു അവോയ്ഡ് വിസിറ്റിംഗ് എ ഡെന്റിസ്റ്റ്. ഒരു ഡെന്റിസ്റ്റിനെ സന്ദർശിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഏതൊരാളും തൻ്റെ പല്ലുകളെ ഗുഡ് കണ്ടീഷനിൽ നിലനിർത്താൻ പരിശ്രമിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് എ പാരഡോക്സിക്കൽ റിയാലിറ്റി that he has to visit frequently a dentist to maintain his dental health. എന്നാൽ ഒരാളുടെ ദന്താരോഗ്യം, ഡെൻ്റൽ ഹെൽത്ത്, പല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ അയാൾക്ക് കൂടെ
ഒരു ഡെൻറ്റിസ്റ്റിനെ സന്ദർശിക്കേണ്ടിയും വരുന്നു എന്നുള്ളത് ഒരു പാരഡോക്സിക്കൽ റിയാലിറ്റിയാണ്, വിരോധാഭാസം നിറഞ്ഞ യാഥാർത്ഥ്യം. ഇത്തരം ചില മുഹൂർത്തങ്ങളെക്കുറിച്ചാണ് രസകരമായി ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത്. നൗ ലെറ്റ്സ് ഗോ ത്രൂ ദ ലൈൻസ് ഓഫ് ദ പോയം ആൻഡ് ഈ കവിതയുടെ റൈറ്റിംഗ് സ്റ്റൈൽ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു നറേറ്റീവ് സോങ് പോലെ വളരെ ഹ്യൂമറസ് ആയ ഒരു സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലാണ് കാണുന്നത്. ഒരു ഫോമൽ പോയത്തിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ കവി പാലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കൺസിസ്റ്റൻസി, മീട്രിക് പാറ്റേൺ അഥവാ ലൈൻ ലെങ്ത്ത്, വരികളുടെ ലെങ്ത്തിൻ്റെ കാര്യത്തിലില്ല. ചില വരികളെല്ലാം വളരെ ലെങ്തിയാണ്. സ്റ്റാൻസ സിസ്റ്റവും കൃത്യമായി കാണുന്നില്ല. എന്നാൽ പലപ്പോഴും ഒരു കപ്ലറ്റ് പോലെയുള്ള തുടരെ വരുന്ന വരികൾക്ക് സിമിലറായിട്ടുള്ള റൈം സ്കീം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ചില വാക്കുകളൊക്കെ മിസ്പെൽ ചെയ്തുകൊണ്ടൊക്കെ പൺ ഓൺ വേർഡ്സ്, വേർഡ് പ്ലേ ആവശ്യമായ വാക്കുകളൊക്കെ കവി ഡെലിബറേറ്റ് ആയിട്ട് തന്നെ സൃഷ്ടിച്ചുകൊണ്ട് മിക്ക വരികൾക്കും റൈം സ്കീം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. Now let's read the lines of the poem. One thing I like less than most things is sitting in a dentist chair with my mouth wide open, and that I will never have to do it again is a hope that I am against hope open. ഈ ആദ്യ രണ്ട് വരികൾ അഥവാ ഈ കപ്ലറ്റ് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ആദ്യ വരി അവസാനിക്കുന്നത് ഓപ്പൺ എന്ന ഒരു വേർഡിലാണ്. അതിന് തുല്യമാം വിധം പോയിറ്റ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് അനദർ വേർഡ്. മനഃപൂർവ്വം ഓപ്പൺ എന്ന ആ പദത്തിന് റൈം ചെയ്യുന്ന വിധത്തിൽ ഹോപ്പൺ എന്ന ഒരു പദം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു മിസ്പെല്ലിങ്ങിലൂടെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഹോപ്പ് എന്നുള്ള വേർഡ് നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഹോപ്പൺ എന്ന ഒരു വേർബിനെ ഇവിടെ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ റൈം സ്കീം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യത്തെയും രണ്ടാമത്തെയും വരികൾ തുല്യമാം വിധം റൈം ചെയ്യുന്നു എ പാറ്റേണിൽ. ഇത് പൺ അഥവാ വേർഡ് പ്ലേയുടെ ഒരു എക്സാമ്പിൾ കൂടെയാണ്. കവി പറയുന്നത്, The poet or the speaker of the poem doesn't like at all to sit in a dentist chair, keeping his mouth wide open. ഒരു ഡെൻറ്റിസ്റ്റിന് മുമ്പിൽ ഡെൻറ്റിസ്റ്റിൻ്റെ കസേരയിൽ വാ പൊളിച്ചിരിക്കാൻ കവിക്ക് ഒട്ടും ഇഷ്ടമില്ല. എന്നാൽ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് അങ്ങനെ ഇരിക്കേണ്ടി വന്നു. അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്, he desperately hopes that he will never have to do it again in his life. തൻ്റെ ജീവിതത്തിൽ ഇനി വീണ്ടും ഒരിക്കൽ അങ്ങനെ ചെയ്യേണ്ടി വരില്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷ, ഒരു അഭിലാഷം. ദാറ്റ് ഈസ് ഹിസ് ഹോപ്പ് അഗൻസ്റ്റ് ഹിസ് ഹോപ്പ്. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ ഒരു പ്രതീക്ഷയാണ്. പ്രതീക്ഷിക്കുന്നതെല്ലാം സാധ്യമാകണമെന്നില്ല, എന്നിരുന്നാലും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു, ബിക്കോസ് സം ടോർച്ചേഴ്സ് ആർ ഫിസിക്കൽ ആൻഡ് സം ആർ മെൻ്റൽ, but the one that is both is dental. എന്തുകൊണ്ട് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ മുമ്പിൽ ഇരിക്കാൻ ഇടവരരുതേ എന്ന അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ പ്രാർത്ഥന. ജീവിതത്തിൽ നമുക്കൊക്കെ ഒരുപാട് വേദനകൾ, ടോർച്ചേഴ്സ്, പീഡനങ്ങൾ ഉണ്ടായിരിക്കും. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ, ശാരീരികവും മാനസികവുമായ. എന്നാൽ ഇത് രണ്ടും ഒത്തുചേരുന്ന ഒരു ടോർച്ചർ എന്ന് പറയുന്നത് ഡെൻറ്റലാണ്. നമ്മുടെ പല്ലുമായി ബന്ധപ്പെട്ട വേദനകൾ ശാരീരികവും മാനസികവുമായി നമ്മൾ പീഡിപ്പിക്കുന്ന ഒന്നാണ്. ഇറ്റ് ഈസ് ഹാർഡ് ടു ബി സെൽഫ് പൊസസ്ഡ് വിത്ത് യുവർ ജോ ഡിഗിങ് ഇൻ ടു യുവർ ചെസ്റ്റ്. ഒരു ഡെൻറ്റിസ്റ്റിന് മുമ്പിൽ വാ പൊളിച്ച് നിങ്ങളുടെ താടിയെല്ല് നെഞ്ചിലേക്ക് താഴ്ത്തി വെച്ച് അത്രയും വലുതാക്കി നിങ്ങളുടെ വാ പൊളിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ സെൽഫ് പൊസഷൻ, നിങ്ങളുടെ ഒരു ആത്മനിയന്ത്രണം പോലും, നിങ്ങളുടെ ഒരു അഭിമാനം പോലും ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൺട്രോൾ പോലും നിങ്ങൾക്കില്ലാതെയാകുന്നു. ഇതാണ് എക്സാജറേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ താടിയല്ല് ഡിഗിങ് ഇൻ ടു ചെസ്റ്റ്, നിങ്ങളുടെ ജോ അത് നിങ്ങളുടെ ചെസ്റ്റിലേക്ക്, നെഞ്ചിലേക്ക് ഇങ്ങോട്ട് താഴ്ന്നു വീഴുന്ന പോലെ വാ പൊളിച്ചിരിക്കുന്ന എന്നുള്ളതൊക്കെ
എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അഥവാ ഹൈപ്പർബലി എന്ന പോയറ്റിക് ഡിവൈസിൻ്റെ ഉദാഹരണങ്ങളാണ്. ദാറ്റ്സ് വാട്ട് ദ പോയറ്റ് സെസ്. സം ടോർച്ചേഴ്സ് ഇൻ ലൈഫ് ആർ ഓൺലി ഫിസിക്കൽ ആൻഡ് സം ആർ ഓൺലി മെൻ്റൽ. But dental tortures are both physical and mental at the same time. It is hard to keep one's self-control while sitting before a dentist, dropping one's jaw down to the chest. വീണ്ടും അദ്ദേഹം പറയുന്നു, so hard to retain your calm when your fingernails are making serious alterations in your lifeline or love line or some other important line in your palm. When we are sitting restlessly before a dentist, scratching our palm with fingernails, we cannot be calm. ഒരാൾ ഒരു ഡെന്റിസ്റ്റിൻ്റെ മുമ്പിൽ വളരെ അസ്വസ്ഥനായി പീഡനങ്ങൾ സഹിച്ച് വേദനകൾ സഹിച്ചിരിക്കുമ്പോൾ അയാളുടെ ഫിംഗർ നെയിൽസ് കൊണ്ട് കയ്യിലെ നഖം ഉപയോഗിച്ചുകൊണ്ട് കൈവെള്ളയിലെ നമ്മുടെ രേഖകളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും. നാം സ്ക്രാച്ച് ചെയ്തുകൊണ്ട് അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് സഹിച്ചായിരിക്കും ഇരിക്കുന്നത്. അത്തരം ഘട്ടത്തിൽ വി കനോട്ട് ബി കാം അറ്റ് ഓൾ. നമുക്കൊരിക്കലും ശാന്തരായി അടങ്ങിയിരിക്കാൻ കഴിയില്ല. കവിതാ വരിയിൽ പറയുന്നത്, വി വിൽ ബി മേക്കിംഗ് സീരിയസ് ഓൾട്ടറേഷൻസ്. നാം കാര്യമായ മാറ്റങ്ങളായിരിക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാന്തി പറിച്ചുകൊണ്ട് നമ്മുടെ കൈവെള്ളയിലെ കൈരേഖകളിൽ, ആ രേഖകളെക്കുറിച്ച് പറയുന്നത് ലൈഫ് ലൈൻ, നമ്മുടെ ജീവിതരേഖ ആയിരിക്കാം അത്, അതല്ലെങ്കിൽ ലവ് ലൈൻ ഓർ സം അതർ ഇമ്പോർട്ടൻറ്റ് ലൈൻ, എന്തുമാവട്ടെ നമ്മുടെ കൈരേഖകളൊക്കെ നമ്മൾ മാന്തി പറിച്ച് അതൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് അത്രയും അസ്വസ്ഥത വേദന ഒക്കെ സഹിച്ചുകൊണ്ടായിരിക്കും നാം ഇരിക്കുന്നത്. ഇതെല്ലാം തന്നെ എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്നറിയാം, അഥവാ ഹൈപ്പർബലിയുടെ എക്സാമ്പിൾസ് ആണ് ഈ വരികളെല്ലാം തന്നെ. ആൻഡ് ദ പോയറ്റ് കണ്ടിന്യൂസ്, സോ ഹാർഡ് ടു ഗിവ് യുവർ യൂഷ്വൽ ഇഫക്റ്റ് ഓഫ് cheery benignity when you know your position is one of the 2 or 3 in life most lacking in dignity. ഈ 2 വരികളിലും ബെനൈനിറ്റി, ഡിഗ്നിറ്റി എന്നീ റൈമിംഗ് വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെ തുടർന്നു പോന്ന റൈം സ്കീം നിലനിർത്താൻ കവിക്ക് സാധിക്കുന്നുണ്ട്. ബെനൈനിറ്റി മീൻസ് ജെൻറ്റിൽനെസ്, ഒരാളുടെ അന്തസ്സ്, മാന്യത എന്നൊക്കെ അർത്ഥം. കവി പറയുന്നത്, when we are in one of life's worst position of indignity, ലാക്കിംഗ് ഇൻ ഡിഗ്നിറ്റി, അന്തസ്സില്ലാത്ത അവസ്ഥ, അതാണ് ഇൻഡിഗ്നിറ്റി. ഒരാൾ വളരെ അപമാനിതനാകുന്ന അന്തസ്സ് കെട്ട ഒരവസ്ഥയിൽ ഒരു ഡെന്റിസ്റ്റിൻ്റെ മുമ്പിൽ വാ പൊളിച്ചിരിക്കുമ്പോൾ we cannot keep up our natural expressions of cheerful gentleness. നമുക്ക് ഓരോരുത്തർക്കും ജന്മനാ ഉള്ള നമ്മുടെ ജെൻറ്റിൽനെസ്, വളരെ മാന്യമായിട്ടുള്ള നമ്മുടെ അന്തസ്സും അഭിമാനവുമൊക്കെ നമുക്ക് ഉയർത്തിപ്പിടിക്കാനാകില്ല. നമ്മുടെ വായ്ക്കകത്ത് ഒരാൾ കൈയിട്ട് പ്രവർത്തിക്കുകയാണ്, അയാൾക്ക് മുമ്പിൽ നാം വാ പൊളിച്ചിരിക്കുകയാണ്. അത്തരം ഘട്ടത്തിൽ നമ്മുടെ അന്തസ്സിനാണ് ഇടിവ് പറ്റുന്നത് എന്നുമാണ് കവി പറയുന്നത്. തുടർന്ന് പറയുന്നു, ആൻഡ് യുവർ മൗത്ത് ഈസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ് ദാറ്റ് ഇസ് ബീയിങ് വർക്ക്ഡ് ഓൺ. നമ്മുടെ വായ് ഇപ്പോൾ ഡെന്റിസ്റ്റ് അതിൽ പല ഉപകരണങ്ങളും വെച്ച് പ്രവർത്തിക്കുമ്പോൾ അതൊരു മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന റോഡ് ഭാഗം പോലെയാകും. ഒരു റോട്ടിൽ റോഡ് പണിക്കാർ പല ഉപകരണങ്ങളും വെച്ച് റിപ്പയർ വർക്കുകൾ നടത്തും. അത്തരമൊരവസ്ഥയിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ മൗത്ത്സ്. ഇവിടെയും വർക്ക്ഡ് ഓൺ, ദെൻ ഈക്ഡ് ഓൺ തുടർന്ന് വന്നിരിക്കുന്ന റൈം സ്കീം നിലനിർത്തുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾ ക്ലറ്റേർഡ് അപ്പ് വിത്ത് സ്റ്റോൺ ക്രഷേഴ്സ് ആൻഡ് കോൺക്രീറ്റ് മിക്സേഴ്സ് ആൻഡ് ഡ്രിൽസ് ആൻഡ് സ്റ്റീം റോളേഴ്സ്. ഒരു റോഡ് പണിക്ക് ആവശ്യമായ പല ഉപകരണങ്ങളും വസ്തുക്കളും ക്ലറ്റേർഡ്, വളരെ അലക്ഷ്യമായി, കൺഫ്യൂസ്ഡ് അവസ്ഥയിൽ ഹീപ്പ്, ഒരു കുന്നുപോലെ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്ന പോലെയാണ് ഡെന്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പല ഉപകരണങ്ങളും നമ്മുടെ വായ്ക്കകത്ത് അലക്ഷ്യമായി വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൽ സ്റ്റോൺ ക്രഷേഴ്സ് ഉണ്ട്, കോൺക്രീറ്റ് മിക്സേഴ്സ്, ഡ്രിൽസ്, സ്റ്റീം റോളേഴ്സ്, ഇതെല്ലാം റോഡ് പണിക്ക് ആവശ്യമായ ഉപകരണങ്ങളാണ്. എന്ന പോലെയാണ് നമ്മുടെ വായ്ക്കകത്ത് പല ഉപകരണങ്ങളും ഡെന്റിസ്റ്റ് വെച്ചിട്ടുണ്ടായിരിക്കും, ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ there isn't a nerve in your head that you aren't being irked on. നിങ്ങളുടെ തലക്കകത്ത് ഒരു ഞരമ്പും ബാക്കിയുണ്ടായിരിക്കില്ല
ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അസ്വസ്ഥത അനുഭവപ്പെടാതെ. ഏക്ഡ് ഓൺ. ഏക്ഡ് മീൻസ് ഹിയർ ഡിസ്റ്റർബ്ഡ്. ആകെ അസ്വസ്ഥത അല്ലെങ്കിൽ വേദനയും പ്രയാസവും അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ആവുക. നിങ്ങളുടെ തലക്കകത്ത് എല്ലാ ഞരമ്പുകളും വല്ലാതെ പ്രയാസത്തിലായി മാറും ഡെൻറ്റിസ്റ്റ് പല ഉപകരണങ്ങൾ വെച്ച് പ്രവർത്തിക്കുമ്പോൾ. അങ്ങനെ ഏക്ഡ് ആവാതെ ഡിസ്റ്റർബ്ഡ് ആകാത്ത ഒരു നെർവും നിങ്ങളുടെ തലയിൽ ബാക്കി ഉണ്ടായിരിക്കില്ല. അതാണ് വിശദീകരിക്കുന്നത്. While a dentist is in action, our mouths are like a section of road under repair, which is cluttered up with stone crushers and concrete mixers and drills and steam rollers. Then, അത്തരമൊരവസ്ഥയിൽ every nerve in our heads becomes unbearably disturbed. നമുക്ക് അസഹനീയമാം വിധം പ്രയാസത്തിലാകും ഡെൻറ്റിസ്റ്റിന് മുമ്പിൽ നാം ഇങ്ങനെ ഇരിക്കുമ്പോൾ. തുടർന്ന് വീണ്ടും പറയുന്നു, some people are unfortunate enough to be strung up by thumbs and others have things done to their gums. ഡെൻറ്റിസ്റ്റിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ചില ആളുകൾക്കുള്ള ശിക്ഷ, അവർ അത്രത്തോളം അൺഫോർച്ചുനേറ്റാണ്, നിർഭാഗ്യവാന്മാരാണ്. അവർ അവരുടെ തംസ്, കൈവിരലുകളിൽ ചരട് കെട്ടി തൂക്കുന്നത് പോലെയുള്ള, സ്ട്രങ് അപ്പ് ബൈ തംസ് എന്നുള്ളത് ഹങ് അപ്പ് ബൈ തംസ് എന്നുള്ള ഒരു പണിഷ്മെൻറ്റ് രീതിയാണ്. ആ രൂപത്തിലാണ് ചില ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരിക. കൈവിരലുകളിൽ ചരട് കെട്ടിയിട്ട് നമ്മുടെ ശരീരഭാരം മുഴുവനും വഹിച്ചുകൊണ്ട് തൂക്കി നിർത്തുന്ന വേദനാജനകമായ ഒരു പണിഷ്മെൻറ്റ്. ആ രൂപത്തിലായിരിക്കും ചില അൺഫോർച്ചുനേറ്റ് ആളുകൾ. ആൻഡ് അതേഴ്സ് ഹാവ് തിങ്സ് ഡൺ ടു ദെയർ ഗംസ്. എന്നാൽ മറ്റു ചില ആളുകൾക്ക് അവരുടെ ഗംസിലായിരിക്കും പ്രവർത്തിക്കേണ്ടത്. എന്ന് വെച്ചാൽ അവരുടെ മോണയിലായിരിക്കും അത്ര വലിയ പ്രയാസമില്ലാത്ത ചെറിയ പോളിഷ് വർക്കുകളോ മോണയിലെ ട്രീറ്റ്മെൻറ്റോ ഒക്കെ ആയിരിക്കും ഡെൻറ്റിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ചില ആളുകളുടെ അവസ്ഥ വളരെ അൺഫോർച്ചുനേറ്റ് ആയിരിക്കും. ഇവിടെയും തംസ്, ഗംസ് എന്നിങ്ങനെ റൈമിംഗ് വേർഡ്സ് കൊണ്ട് റൈം സ്കീം നിലനിർത്തിയത് ശ്രദ്ധിക്കുക. സം പീപ്പിൾ വിൽ ഫീൽ ലൈക്ക് ബീങ് സിവിയർലി ടോർച്ചേർഡ്, ദാറ്റ് ഈസ് ഹങ് അപ്പ് ബൈ തംസ്. ആ പണിഷ്മെൻറ്റിലൂടെ വളരെ രൂക്ഷമായ പീഡനമാണ് ചില ആളുകൾക്ക് ലഭിക്കുന്നത്. ആൻഡ് സം അതേഴ്സ് വിൽ ഹാവ് സം ട്രീറ്റ്മെൻറ്റ്സ് ടു ബി അപ്ലൈഡ് ഓൺ ദെയർ ഗംസ്. എന്നാൽ മറ്റുള്ളവർക്ക് അവരുടെ മോണകളിലെ ചെറിയ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ലഭിക്കുന്നത്. എന്തായാലും ഡെൻറ്റിസ്റ്റിൻ്റെ മുമ്പിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ്, പണിഷ്മെൻറ്റ്, ടോർച്ചർ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നാണ്. ആൻഡ് ദ പോയിറ്റ് കണ്ടിന്യൂസ്, and your teeth are supposed to be being polished, but you have reason to believe they are being demolished. In these two lines also we have the rhyming words polished and demolished, keeping the same rhyme scheme. ചില ഡെൻറ്റിസ്റ്റ് നമ്മുടെ പല്ലുകൾ പോളിഷ് ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പല്ലുകളെല്ലാം ഡിമോളിഷ് ചെയ്യപ്പെടുന്ന പോലെ, അതെല്ലാം തകർത്ത് ഡിസ്ട്രോയ് ചെയ്യുന്ന പോലെ ചിന്തിക്കാനുള്ള ന്യായങ്ങളുണ്ടായിരിക്കാം. അവരുടെ പ്രവൃത്തി നിങ്ങളെ അത്തരത്തിൽ ചിന്തിപ്പിച്ചേക്കാം. അവർ ടീത്ത് മേ നീഡ് ഓൺലി സം മൈനർ പോളിഷ് വർക്ക്. നമ്മുടെ പല്ലുകൾക്ക് ചില ചെറിയ പോളിഷ് വർക്ക് മാത്രമേ ആവശ്യമുണ്ടാവുകയുള്ളൂ. ബട്ട് സം ഡെൻറ്റിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് വിൽ മേക്ക് us ഫീൽ ലൈക്ക് അവർ ടീത്ത് ആർ ബീങ് ഡിമോളിഷ്ഡ്. ചില ഡെൻറ്റിസ്റ്റുകളുടെ പ്രവൃത്തി നമ്മുടെ പല്ലുകളെല്ലാം പോളിഷ് ചെയ്യുന്നതിന് പകരം അവർ ഡിമോളിഷ് ചെയ്യുകയാണ്, തകർത്ത് നശിപ്പിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരിക്കും. ആൻഡ് ദ സർക്കംസ്റ്റാൻസ് ദാറ്റ് ആഡ്സ് മോസ്റ്റ് ടു യുവർ ടെറർ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾ ഡൺ വിത്ത് എ മിറർ. ഇത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്നത്, നിങ്ങളുടെ ഭയം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്നുള്ളത്, ഡെൻറ്റിസ്റ്റ് ഇതെല്ലാം ചെയ്യുന്നത് ഒരു മിററിൽ, ഒരു കണ്ണാടിയിൽ നോക്കിക്കൊണ്ടായിരിക്കും. നിങ്ങളുടെ വായിലേക്ക് ഒരു കണ്ണാടി പിടിപ്പിച്ച് ആ കണ്ണാടിയിൽ കാണുന്ന ചിത്രം നോക്കിയിട്ടായിരിക്കും നിങ്ങളുടെ പല്ലുകളിൽ പ്രവർത്തിക്കുന്നത്. The dentist action will frighten us, especially when they act upon our teeth with the help of a mirror. ഒരു കണ്ണാടി നോക്കിക്കൊണ്ട്, കണ്ണാടിയിലെ പ്രതിബിംബം നോക്കിക്കൊണ്ട് നമ്മുടെ പല്ലുകളിൽ പ്രവർത്തിക്കുമ്പോൾ അത് നമുക്ക് വലിയ ടെറർ ഉണ്ടാക്കുന്നു. Here also the rhyming words terror and mirror keeps on creating the same rhyme scheme pattern. Again the poet says, because the dentist may be a bear, or as the Romans used to say, only they were referring to a feminine bear when they said it
an ursa. But all the same, how can you be sure when he takes his crowbar in one hand and mirror in the other? He won't get mixed up. The way you do when you try to tie a bow tie with the aid of a mirror and forget that left is right and vice versa. ഈ രണ്ട് വരികളാണിത്. ഇതും ഒരു കപ്ലറ്റാണ്, റൈമിങ് കപ്ലറ്റ്. പക്ഷേ എത്രമാത്രം ലെങ്തി ആണെന്നത് ശ്രദ്ധിക്കുക. ഇവിടെ അനേർഷ എന്നുള്ളത് ഒരു ഡെലിബറേറ്റ് ആയിട്ട് റൈം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു പ്രയോഗമാണ്. റോമൻസ് അവരുടെ ഒരു ബെയർ, ഒരു കരടിയെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഏർഷ. വൈസ് വേഴ്സ എന്നുള്ള പ്രയോഗം നേരെ മറിച്ചും, ഒരു കാര്യം പറഞ്ഞിട്ട് നേരെ മറിച്ചും എന്നർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ് വൈസ് വേഴ്സ. വൈസ് വേഴ്സ എന്ന ആ പ്രയോഗത്തിലെ വേഴ്സയോട് റൈം ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് ഡെലിബറേറ്റ് ആയിട്ട് കൊണ്ടുവന്ന ഒരു റോമൻ പ്രയോഗമാണ് ഏർഷ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡെൻറ്റിസ്റ്റ് ഒരു കരടിയെപ്പോലെ പ്രവർത്തിക്കും. കരടിയെ റോമക്കാർ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഏർഷ. എന്തുകൊണ്ടാണ് ഒരു കരടിയായിട്ട് ഭീകരരൂപമായിട്ട് മാറുന്നത്? കാരണം അദ്ദേഹം തൻ്റെ ക്രോബാർ, ഒരു കയ്യിൽ കട്ടപ്പാരയും ഒരു ഇരുമ്പ് ദണ്ട്, പാര എന്നൊക്കെ പറയുന്ന, ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പല്ല് പറിക്കാനോ അതിൽ വർക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, വളരെ എക്സാജറേറ്റഡ് ആയിട്ട് ഹൈപ്പർബലി ഉപയോഗിച്ചുകൊണ്ട് കട്ടപ്പാര എന്നൊക്കെ പറഞ്ഞ് വർദ്ധിപ്പിച്ച് പറയുകയാണ്. എന്തായാലും ഡെൻറ്റിസ്റ്റ് തൻ്റെ ഉപകരണം വെച്ച് ഒരു കട്ടപ്പാര പോലെ പല്ലൊക്കെ പറിച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ ഒരു ഭീകരരൂപിയാണ്, ഒരു കരടി തന്നെയാണ്. ആ പ്രവൃത്തി അദ്ദേഹം ചെയ്യുന്നത് ഒരു കയ്യിൽ മിറർ പിടിച്ചുകൊണ്ട്, കണ്ണാടി പിടിച്ചുകൊണ്ടും മറുകൈയിൽ ക്രോബാർ, കട്ടപ്പാര പിടിച്ചുകൊണ്ടുമുള്ള ഒരു പ്രവൃത്തിയായിരിക്കും. എന്നിട്ട് കവി ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു ബോട്ടായി കെട്ടുമ്പോൾ കഴുത്തിൽ നടുക്ക് ഒരു കുരുക്കിട്ടിട്ട് രണ്ട് വശവും ലൂസായി കെട്ടുന്ന തരത്തിലുള്ള ഒരു കൊച്ച് ബട്ടർഫ്ലൈ ടൈ പോലെയുള്ള ആ ടൈ കെട്ടുമ്പോൾ അത് നിങ്ങളൊരു കണ്ണാടി നോക്കി ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം നിങ്ങൾ മിക്സപ്പ് ചെയ്യാറുണ്ട്? എവിടെയാണ് വലിച്ച് കെട്ടുന്നത് എന്നുള്ളത്, ഏത് വശമാണ് വലിച്ച് കെട്ടേണ്ടത് എന്നുള്ളതൊക്കെ തെറ്റിപ്പോവാറുണ്ട് കണ്ണാടി നോക്കുമ്പോൾ. അതിനുള്ള കാരണം ഫോർഗെറ്റ് ദാറ്റ് ലെഫ്റ്റ് ഈസ് റൈറ്റ് ആൻഡ് വൈസ് വേഴ്സ. ഇടതുവശം വലതുവശമാണെന്നും വലതുവശം ഇടതുവശമാണെന്നൊക്കെ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോകും. കണ്ണാടിയിൽ നാം കാണുന്ന ലെഫ്റ്റ് സൈഡ് യഥാർത്ഥത്തിൽ റൈറ്റ് ആയിരിക്കും, നേരെ തിരിച്ചും. ഈ ഒരവസ്ഥയായി തന്നെയാണ് കണ്ണാടി നോക്കി ഒരാൾ പല്ല് പറിക്കുമ്പോഴോ പല്ലിലെ കേടുപാടുകൾ തീർക്കുമ്പോഴോ സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഇവിടെ രണ്ട് ലൈനുകൾ, ഒരു കപ്ലറ്റ്, ഈരടിയാണിത്. പക്ഷേ എത്രമാത്രം ലെങ്തിയാണെന്ന് ശ്രദ്ധിക്കുക. എന്നാലും അതിലും കവി തന്നെ തൻ്റെ ആ റൈമിംഗ് പാറ്റേൺ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ആൻഡ് ഏർഷ വൈസ് വേഴ്സ എന്ന രൂപത്തിൽ. ഈ വരികളുടെ ആശയം ഇതാണ്: The Romans call a bear an ursa, and the dentist looks like an ursa. റോമൻസ് ഒരു ബെയറിനെ, ഒരു കരടിയെ ഏർഷ എന്ന് വിളിക്കും. നമ്മുടെ ഡെൻറ്റിസ്റ്റും കണ്ടാൽ ഒരു ഭീകരരൂപിയാണ്. How can we be sure that he will not make a mistake while he is doing his job with a crowbar, seeing our teeth in a mirror? ഒരു കയ്യിൽ കോബാർ പിടിച്ച് കണ്ണാടിയിൽ നമ്മുടെ പല്ല് കണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം തെറ്റൊന്നും ചെയ്യില്ല, തെറ്റ് വരുത്തില്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? വി ഓൾവേസ് മിക്സപ്പ് വെൻ വി ട്രൈ ടു ടൈ എ ബോട്ടായി. ഒരു ബോട്ടായി കെട്ടുമ്പോൾ പോലും നമ്മൾ മിക്കപ്പോഴും മിക്സപ്പ് ആവാറുണ്ട്. ഒരു കണ്ണാടി നോക്കി ലുക്കിംഗ് ടു എ മിറർ, ബിക്കോസ് ഇൻ എ മിറർ ലെഫ്റ്റ് ഈസ് റൈറ്റ് ആൻഡ് വൈസ് വേഴ്സ. കാരണം കണ്ണാടിയിൽ ലെഫ്റ്റ് എന്നുള്ളത് റൈറ്റ് ആയിരിക്കും, ആൻഡ് വൈസ് വേഴ്സ നേരെ തിരിച്ചുമായിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ മിക്സപ്പ് ആവാറുണ്ട്. അതുപോലെ തന്നെ ഒരു കണ്ണാടി നോക്കി ഡെൻറ്റിസ്റ്റ് തൻ്റെ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം മിസ്റ്റേക്ക് വരുത്തില്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും എന്നാണ് കവി രസകരമായി ചോദിക്കുന്നത്. ഇതെല്ലാം എക്സാജറേറ്റഡ് ആണ്, ഹൈപ്പർബലിയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ്. തുടർന്ന് പറയുന്നു, ആൻഡ് ദെൻ അറ്റ് ലാസ്റ്റ് ഹി സെസ് ദാറ്റ് വിൽ ബി ഓൾ, ബട്ട് ഇറ്റ് ഈസ്ൻ't, ബിക്കോസ് ഹി ദെൻ കോട്ട്സ് യുവർ മൗത്ത് ഫ്രം cellar to roof with something that I suspect is generally used to put a shine on a horse's hoof. A roof
ഹൂഫ്. ഇവിടെയും റൈമിംഗ് വേർഡ്സും ആ സെയിം റൈമിംഗ് കപ്ലറ്റും നിലനിർത്തിയിരിക്കുന്നു. ദ ഡെൻറ്റിസ്റ്റ് ടെൽസ് യു ദാറ്റ് എവറിത്തിങ് ഈസ് ഓവർ. എല്ലാ പണിയും കഴിഞ്ഞ് ഒരുപക്ഷെ ഡെൻറ്റിസ്റ്റ് നിങ്ങളോട് പറയും എവറിത്തിങ് ഈസ് ഓവർ, ഇപ്പം എല്ലാം കഴിഞ്ഞു എന്ന്. ബട്ട് ഹി ഈസ് സ്റ്റിൽ അപ്ലൈയിങ് ഇൻ യുവർ മൗത്ത് സംതിങ് വിച്ച് ഈസ് ജനറലി യൂസ് ടു പോളിഷ് എ ഹോഴ്സസ് ഹൂഫ്. എന്നാൽ യഥാർത്ഥത്തിൽ വർക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ വായിൽ അദ്ദേഹം എന്തോ കോട്ട് ചെയ്തുകൊണ്ട്, അപ്ലൈ ചെയ്തുകൊണ്ട് പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. കവി പറയുന്നു, മിക്കപ്പോഴും അദ്ദേഹം പുരട്ടാൻ ഉപയോഗിക്കുന്നത് സംതിങ് വിച്ച് ഈസ് ജനറലി യൂസ് ടു പോളിഷ് എ ഹോഴ്സസ് ഹൂഫ്. ഒരു കുതിരയുടെ കുളമ്പ് പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തോ ഒരു മെഴുക് പോലെ ഒരു ലേപനം നിങ്ങളുടെ വായിൽ പുരട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അദ്ദേഹം പറയുന്നത് ഓക്കെ എല്ലാം കഴിഞ്ഞു എന്ന്. ആൻഡ് യു totter to your feet and think, well, it is all over now, and after all, it was only this once. And he says, come back in 3 months. ഈ കപ്ലറ്റ്സ് 2 വരികൾ ശ്രദ്ധിക്കുക. ഇതും റൈമിംഗ് കപ്ലറ്റ്സ് തന്നെയാണ്. വൺസ് റൈംസ് വിത്ത് മന്ത്സ്. വൺസ് എന്ന പദത്തിന് തുല്യമായി മന്ത്സ് എന്ന ഒരു റൈമിംഗ് വേർഡ് ഡെലിബറേറ്റ് ആയിട്ട് പോയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോപ്പൻ എന്ന പദം നേരത്തെ ഉണ്ടാക്കിയ പോലെ മന്ത്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മന്ത്സ് എന്നാണ്. ഇങ്ങനെ ഒരു പദം വൺസ് എന്നതിന് തുല്യമായി ഉണ്ടാക്കിയതാണ്, അഥവാ an example of pun, word play. കവി പറയുന്നത്, and finally we try to get up onto our feet with much difficulty. വളരെ പ്രയാസത്തോടു കൂടി അവസാനം ഡെൻറ്റിസ്റ്റിൻ്റെ കസേരയിൽ നിന്നും നാം എഴുന്നേൽക്കുന്നു. with a thought of relief that everything is over now and after all it is for this time only. എല്ലാം കഴിഞ്ഞല്ലോ, എല്ലാ പ്രയാസങ്ങളും കഴിഞ്ഞല്ലോ, എന്തായാലും ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രമാണല്ലോ ഈ പ്രയാസമൊക്കെ അനുഭവിക്കേണ്ടി വന്നത്, ഇനി വരേണ്ടി വരില്ലല്ലോ എന്നൊക്കെ ആശ്വസിച്ചുകൊണ്ടായിരിക്കും വളരെ പ്രയാസപ്പെട്ട് വേച്ച് ടോട്ടർ ടു അവർ ഫീറ്റ്, നമ്മുടെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. എന്നാൽ ഈ സമയത്തായിരിക്കും ദ ഡെൻറ്റിസ്റ്റ് ടെൽസ് us ദാറ്റ് വി ഷുഡ് കൺസൾട്ട് ഹിം അഗൈൻ ഇൻ 3 months. 3 മാസം കഴിയുമ്പോൾ വീണ്ടും ഡെൻറ്റിസ്റ്റിനെ നാം വന്ന് കാണണം എന്ന് അദ്ദേഹം കൽപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് കവി പറയുന്നത്, ആൻഡ് ദിസ് ഓഫ് ഫേറ്റ് ഈസ് ഐ തിങ്ക് ദ മോസ്റ്റ് വിഷ്യസ് സർക്കിൾ ദാറ്റ് യു എവർ സെൻഡസ്റ്റ്. ഹോ ഫേറ്റ്, എന്തൊരു വിധി. കവി പറയുന്നു, അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇത്തരമൊരു ഘട്ടമായിരിക്കും ദ മോസ്റ്റ് വിഷ്യസ് സർക്കിൾ, ഏറ്റവും പ്രയാസം നിറഞ്ഞ ഒരു ചെയിൻ ഓഫ് പ്രോബ്ലംസ്. ഡെൻറ്റിസ്റ്റിനെ വീണ്ടും വന്ന് കാണുക എന്നുള്ളത് നമ്മുടെ വിധി നമുക്ക് നൽകിയ, നമ്മിലേക്ക് അയച്ച ഏറ്റവും പ്രയാസകരമായ ഒരു വിഷമവൃത്തമാണത്. കാരണം ദാറ്റ് മാൻ ഹാസ് ടു ഗോ കണ്ടിന്യൂലി ടു ദ ഡെൻറ്റിസ്റ്റ് ടു കീപ് ഹിസ് ടീത്ത് ഇൻ ഗുഡ് കണ്ടീഷൻ when the chief reason he wants his teeth in good condition is so that he won't have to go to the dentist. ഒരാൾ തൻ്റെ പല്ലുകളെല്ലാം ഗുഡ് കണ്ടീഷൻ നിലനിർത്തുന്നതിൻ്റെ മുഖ്യ കാരണം തന്നെ ഒരിക്കലും ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടി വരരുത് എന്ന് കരുതിയിട്ടാണ്. എന്നാൽ പല്ലുകൾ ഗുഡ് കണ്ടീഷനിൽ നിലനിർത്താൻ കൂടെ ഡെൻറ്റിസ്റ്റിനെ തന്നെ സന്ദർശിക്കണം എന്നുള്ളത് വളരെയധികം വിരോധാഭാസം നിറഞ്ഞൊരു കാര്യമാണ്. വിസിറ്റിംഗ് എ ഡെൻറ്റിസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഈസ് എ ചെയിൻ ഓഫ് പ്രോബ്ലംസ് അവർ ഫേറ്റ് ബ്രിങ്സ് ടു അസ്. കൂടെ ഡെൻറ്റിസ്റ്റിനെ സന്ദർശിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫേറ്റ്, ഒരു വിധിയാണ്. ആ വിധി നമുക്ക് തരുന്ന എ ചെയിൻ ഓഫ് പ്രോബ്ലംസ് ആണത്. എ മാൻ വാണ്ട്സ് ടു കീപ് ഹിസ് ടീത്ത് ഇൻ ഗുഡ് കണ്ടീഷൻ ഈസ് ടു അവോയ്ഡ് വിസിറ്റിംഗ് എ ഡെൻറ്റിസ്റ്റ്. തൻ്റെ പല്ലുകൾ ശരിയാവിധം സൂക്ഷിക്കുക, ആരോഗ്യത്തോടെ നിലനിർത്തുക എന്ന് തന്നെ ഒരു ഡെൻറ്റിസ്റ്റിനെ സന്ദർശിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. But he has to visit continually a dentist in order to keep his teeth in good condition. എന്നാൽ പല്ലുകൾ ഗുഡ് കണ്ടീഷനിൽ നിലനിർത്താൻ തുടരെ കണ്ടിന്യൂവലായിട്ട് ഡെൻറ്റിസ്റ്റിനെ സന്ദർശിച്ചു കൊണ്ടേയിരിക്കണം. ദിസ് ഇസ് എ പാരഡോക്സ്, എ പ്ലേ ഓഫ് ഫേറ്റ്. ഇത് ഒരു വിരോധാഭാസമാണ്,
വിധിയുടെ വിളയാട്ടമാണ്. ഇത്രയും കാര്യങ്ങളാണ് വളരെ പർവ്വതീകരിച്ചുകൊണ്ട് എക്സാജറേറ്റ് ചെയ്ത് ഹൈപ്പർബലി എന്ന പോയറ്റിക് ഡിവൈസ് ആവോളം ഉപയോഗിച്ചുകൊണ്ട് വളരെ ഹ്യൂമറസായി ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന സംഭവത്തെ വളരെ സരസമായി കവി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വിശദീകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കും, ഈ കവിത ആസ്വദിക്കാൻ സാധിച്ചിരിക്കുമെന്ന് കരുതുന്നു. ഇതൊക്കെ പറയുമ്പോഴും ധാരാളം പൺ ഓൺ വേർഡ്സ്, വേർഡ് പ്ലേ ഉപയോഗിച്ചുകൊണ്ടൊക്കെ റൈമിംഗ് കപ്ലെറ്റ്സ് നിലനിർത്താൻ കവി ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു കഴിവ്. ഈ വീഡിയോയിൽ ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോൺ എഡു-വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.